ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 23, 24 വാക്യങ്ങൾ. മത്തായി 23-ൻ്റെ 23, 24 വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മനോഹരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. നമ്മൾ വായിച്ച വേദഭാഗം ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കപടഭക്തിയെ നിശിതമായി തുറന്നു കാട്ടി വിമർശിക്കുന്ന കർത്താവിൻ്റെ ആ ഒരു വിമർശനത്തിൻ്റെ തുടർച്ചയാണ്. നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് പല ആവർത്തി പറയുന്നുണ്ട്. അവരോട് പറയുന്നത്, നിങ്ങൾ വളരെ ഗൗരവമായ കാര്യങ്ങളെ അവഗണിക്കുന്നു. ദശാംശത്തെക്കുറിച്ചുള്ള ഒരു സൂചന ഇവിടെയുണ്ട്. ഏതെല്ലാം ഉൽപ്പന്നങ്ങളുടെയാണ് ദശാംശം കൊടുക്കേണ്ടത് എന്നതിനെ ചൊല്ലി വിവാദമുയർന്നു. കാർക്കശ്യ വ്യാഖ്യാനമനുസരിച്ച് പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ വിളകളുടെയും ദശാംശം കൊടുക്കണം. കുറെ കൂടി വിശാലമായ വ്യാഖ്യാനമനുസരിച്ച് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും ഈ നിയമത്തിന് കീഴേ വരുന്നു. അതുകൊണ്ടാണ് തുളസി, ജീരകം എന്നിവ നിസ്സാരമായ വിളകൾക്ക് ഉദാഹരണമാണ്. അവയുടെയും ദശാംശം കൊടുക്കണമെന്ന് പറയുന്നത് മൗഢ്യമായി അനുഭവപ്പെടാം. ദശാംശം കൊടുക്കേണ്ട എന്ന് യേശു പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിസാരമായ കാര്യങ്ങൾക്ക് പോലും ദശാംശം കൊടുക്കണമെന്ന് നിർബന്ധിക്കുന്നവർ വളരെ ഗൗരവമായ കൽപ്പനകൾ ലംഘിക്കുന്നത് ഒരു വൈരുദ്ധ്യമാണെന്നാണ് കർത്താവ് പറയുന്നത്. ഗൗരവമായ കൽപ്പനകളിൽ നീതിയും കരുണയും വിശ്വസ്തതയും ഒക്കെയുണ്ട്. ഇതെടുത്ത് കർത്താവ് പറയുന്നു. മറ്റുള്ളവ അവഗണിക്കാതെ എന്ന യേശു പറയുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മോശയുടെ നിയമങ്ങളോ ആചാര അനുഷ്ഠാനങ്ങളോ വേണ്ട എന്ന് യേശു പഠിപ്പിക്കുന്നില്ല. പിന്നെ അവ പാലിക്കുമ്പോൾ തന്നെ നിയമത്തിലെ ഗൗരവമേറിയ കടമകളായ നീതിയും കരുണയും വിശ്വസ്തതയും ഒക്കെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. യേശു വ്യാഖ്യാനിച്ച തരത്തിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് ഈ ഭാഗത്ത് തുടർച്ചയായി പരീശന്മാരുടെ മനോഭാവത്തെ ആത്മീകമായ അടിസ്ഥാനത്തിലും ന്യായപ്രമാണപ്രകാരവും കർത്താവ് വിമർശിക്കുന്നത് വർത്തമാനകാലത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായും കൂടെ നമ്മൾ കരുതണം. നമ്മൾ വായിക്കുന്ന വിശുദ്ധ വേദപുസ്തകം നമ്മൾക്ക് മുൻപേ 12,000 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടവയാണ്. അപ്പോൾ അത് നമ്മൾ വായിച്ച് അന്നത്തെ പശ്ചാത്തലത്തെ വിമർശിക്കാനല്ല, പിന്നെയോ ഇന്ന് അത് നമ്മളോട് സംസാരിക്കുന്ന ഒരു വർത്തമാനകാലത്തിൻ്റെ പരിപ്രേക്ഷ്യങ്ങൾ ധാരാളമുണ്ട്. അതിനെ അവഗണിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതവുമായി ചേർത്ത് നിർത്തി വേണം ഇതിനെ കാണാൻ. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ കാണുന്ന ദശാംശം ഒരിക്കലും അതിൽ തന്നെ തെറ്റല്ല. ലേവ്യ പുസ്തകം 27 അധ്യായത്തിലും ആവർത്തനം 14 ഒക്കെ അതുണ്ട്. കർത്താവ് അത് അംഗീകരിക്കുന്നു. എന്നാൽ ഇവ ചെറിയ കാര്യങ്ങളാണ്. ഇവർക്കുണ്ടായ കുഴപ്പം ഈ ചെറിയ കാര്യങ്ങളെ അവർ അംഗീകരിക്കുമ്പോൾ കൂടുതൽ ഗൗരവമായി കാണേണ്ടുന്നതിനെ നിസ്സാരമായി കണ്ടു എന്നതാണ്. പഴയ നിയമത്തിലെ എല്ലാ കൽപ്പനകളും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ചേർത്ത് നിർത്തി വേദപുസ്തക അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും പാലിക്കേണ്ടതും ചെയ്യേണ്ടതാണ്. ഈ പാനീയത്തിലെ മാലിന്യം അരിച്ചെടുക്കുന്ന നേരം അതിലെ കൊതുകിനെ മാറ്റിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ വേർതിരിക്കും.
എന്നാൽ കാണാത്തതുപോലെ ചില കാര്യങ്ങൾ ഭാവിക്കുന്നു, ചിലത് വിഴുങ്ങിക്കളയുന്നു. അതാ കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുക. ഇതൊരു അരമായ തമാശയായി കാണാം. ക്വാൽമ എന്നാണ് കൊതുക്, ഗാംല എന്നാണ് ഒട്ടകം. ഈ രണ്ട് പദങ്ങളാണ്. ഒട്ടകത്തിന് ഗാംല എന്നും കൊതുകിന് ക്വാൽമ എന്നുമാണ്. അപ്പോൾ അതിശയോക്തിയായി വലിയ വസ്തുവിനെ വിവരിക്കാൻ ഒട്ടകത്തെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ മാത്രം അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കാതെ, നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന ഗൗരവമുള്ള ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതിനെ ഗൗരവമായി തന്നെ കാണണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ച പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു എന്ന തലയോളം വളരാനുള്ള വിളിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ ഒട്ടും നിസ്സാരമായി കാണാതെ ഗൗരവമായി കണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ബലഹീനരായ അടിയങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ ഊർജവും കൃപയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ബലഹീനരാണല്ലോ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവമുൻപാകെ സമർപ്പിക്കുന്നു. കർത്താവെ, അനുദിനം ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മയാൽ ഞങ്ങളെ കർത്താവ് വഴി നടത്തുന്നു. അതിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായി പാലിക്കാൻ, അതിനെ അങ്ങനെ തന്നെ കണക്കാക്കാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായ ദൈവിക പ്രമാണങ്ങളെയും ഞങ്ങൾ സ്വീകരിപ്പാൻ, ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ കരുണയും കൃപയും കാവലും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.